ശ്രീ KVS ഹരിദാസ്, ഈ ജാവദേക്കർ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ ഒരക്ഷരം നിങ്ങൾ മിണ്ടുന്നില്ല, ഒരു സ്ഥിരീകരണവും നൽകിയില്ല എന്ന് മാത്രമല്ല ഒരു നിവൃത്തികേടിൻ്റെ ഭാഗമായിട്ടാണ് അത് ശോഭയ്ക്ക് പറയേണ്ടി വന്നത്. നിങ്ങളുടെ ആകെ ശോഭ കെടുത്തിയ ആ പ്രവർത്തനത്തിൽ പിന്നെ ശോഭയ്ക്കെതിരെ തിരിയുന്നതാണ് കണ്ടത് ജാവദേക്കർ അടക്കം. ഇവിടെ നടത്തുന്ന ഈ പറയുന്ന രഹസ്യ നീക്കങ്ങൾ ഇങ്ങനെ പൊതുവായി പറയാൻ കഴിയുമോ? അത് നമ്മുടെ ഭാവി ഇത്തരം നീക്കങ്ങൾക്കുള്ള തടസ്സമാകില്ലേ? ഇങ്ങനെയൊക്കെയുള്ള അടക്കം പറച്ചിലുകളിലേക്ക് മാത്രമായി അത് പരിമിതപ്പെട്ടു. ഇനിയെങ്കിലും ഒന്ന് വായ തുറന്ന് പറഞ്ഞുകൂടെ EP എന്തിന് വീട്ടിലിരിക്കുന്നു, അതിൽ ജാവദേക്കറുടെ റോൾ എന്ത് എന്ന്? അല്ല വേണു, എനിക്കൊരു ആശ്ചര്യമാണ് തോന്നുന്നേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് BJP, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി BJP-കാരനാണ്. BJP നേതാക്കന്മാരുമായിട്ട് CPM നേതാക്കന്മാർ ചർച്ച നടത്താറില്ലേ? ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് BJP-യുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്താതുള്ളത്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചർച്ച നടത്തിയിട്ടില്ലേ? രാഷ്ട്രീയക്കാർ പല സമയത്തും കാണുന്ന സമയത്ത് ചർച്ച നടത്തുന്നത് രാഷ്ട്രീയം തന്നെയാണ്, വേറൊന്നുമല്ല. അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ടാവും. പക്ഷേ രാഷ്ട്രീയക്കാർ രണ്ടുപേര് കണ്ടാൽ ഏത് സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയം തന്നെയായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ജാവ്ദേക്കർ പോയി കണ്ടതോ അല്ലെങ്കിൽ ജാവ്ദേക്കറെ കണ്ടതോ ആയ ആൾക്കാർ തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് അങ്ങനെ ഒരു വേറൊരു മുഖം കൊടുക്കേണ്ട കാര്യമില്ല. ജാവ്ദേക്കറും EP-യും തമ്മിൽ EP ആഗ്രഹിക്കാതെ ഒരു യാദൃച്ഛിക ആകസ്മിക കൂടിക്കാഴ്ച ഉണ്ടായത് ഏത് രാഷ്ട്രീയം സംസാരിക്കാനായിരുന്നു ശ്രീ KVS? ഞാൻ വേണു ഒരു കാര്യം ചോദിച്ചോട്ടെ, EP ആഗ്രഹിക്കാത്തതാണ് എന്നുള്ളത് വേണുവിന്റെ വേർഷനാണോ? EP പറഞ്ഞതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ കാണുന്ന സമയത്ത് ചർച്ച അല്ലെന്നേ EP പറഞ്ഞതാണ്. അതല്ലല്ലോ BJP-യുടെ വേർഷൻ. ഞാൻ ചോദിക്കണത് EP പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. EP-ക്ക് പിടിച്ചു നിൽക്കാൻ അത്തരത്തിലുള്ള വാദഗതികൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ ഞാൻ ചോദിക്കുന്നത് അതല്ല ശ്രീ KVS, EP പിടിച്ചോ പിടിക്കാതെയോ ഒക്കെ നിൽക്കട്ടെ. അല്ല, നിങ്ങൾക്ക് കൃത്യമായ പിടിപാടുണ്ടല്ലോ ഇക്കാര്യത്തിൽ. നിങ്ങൾ എന്തിനെ കണ്ടു? അല്ല ഒരു സെക്കൻഡ്, EP-യെ നിങ്ങൾ എന്തിനെ കണ്ടു? ഇപ്പോൾ അത് ആകസ്മികമാണ് എന്നത് EP-യുടെ ഭാഷ്യമാണ് എന്ന് പറഞ്ഞ് EP ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിനെ നിങ്ങൾ തള്ളുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇത് പരസ്പര ധാരണയോടെയുള്ള കൂടിക്കാഴ്ചയായിരുന്നു എന്നാണല്ലോ അതിന്റെ ധ്വനി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സെക്കൻഡുകൾ മാത്രം നീളുന്ന ഒരു കൂടിക്കാഴ്ചയായി അത് പരിമിതപ്പെട്ടു? 1. 2, ആ സെക്കൻഡുകൾ നീണ്ട കൂടിക്കാഴ്ചയെ അതെങ്കിൽ അത് എന്ന തൃപ്തിയോടുകൂടി ജാവദേക്കർ മടങ്ങിയത് ഏത് രാഷ്ട്രീയ കാര്യസാധ്യത്തിന് വന്നതിന്റെ ഫലമായി? വേണു, ഒരു കാര്യം വ്യക്തമാക്കാം. കേരളത്തിൽ EP ജയരാജൻ മാത്രമൊന്നുമല്ല, അനവധി നേതാക്കന്മാർ, അത് കോൺഗ്രസ്സിലുള്ളവരുണ്ട്, കേരള കോൺഗ്രസ്സിലുള്ളവരുണ്ട്, CPM-ലുള്ളവരുണ്ട്, അങ്ങനെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരും BJP-യുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. പലരും ഇന്നും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഒന്നും വിശദാംശങ്ങൾ ചാനലുകളിൽ വന്ന് ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ ശീലമല്ല, ഞങ്ങളത് പറയാറില്ല. ഈ ശീലം തെറ്റിച്ച ശോഭയെ പറ്റി എന്താ അഭിപ്രായം? ഈ ശീലം തെറ്റിച്ച ശോഭയെ പറ്റി എന്താണ് അഭിപ്രായം? EP അല്ലല്ലോ ഇത് പുറത്ത് പറഞ്ഞത്. അല്ലെന്ന് അത് വേറെ വിഷയം, അത് പാർട്ടി ചർച്ച ചെയ്യട്ടെ. അത് വേറെ വിഷയമേ അല്ല. ഇങ്ങനൊരു ശീലമില്ല എന്ന ഈ അവിശുദ്ധ ഇരപിടിക്കലിന് ഇങ്ങനെ ഒരു ശീലമില്ല എന്ന ഒരു വളരെ മാതൃകാപരമായ ഒരു പ്രവൃത്തി എന്ന പോലെ ഇങ്ങനെ ആലങ്കാരികമായി അവതരിപ്പിച്ചാൽ നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന, സംഘടനാ പദവികളിൽ ഇരിക്കുന്ന ശോഭ എന്തുകൊണ്ട് അതിന്റെ ഭാഗഭാക്കാകുന്നില്ല? വേണു, ഞാൻ ചോദിക്കട്ടെ, വേണു എങ്ങനെ അവിശുദ്ധമായ എരപിടിക്കലാണെന്നുള്ള ഒരു കൊടുക്കുന്നത്? രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ കണ്ട് സംസാരിക്കുന്നത് അല്ലല്ല പുറത്തു പറയാത്തതല്ലെന്ന്. പലരും തമ്മിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യും, പലരും തമ്മിൽ പല സമയത്തും ചർച്ചകൾ നടത്തും. അത് മുഴുവൻ പബ്ലിക്. അങ്ങനെയെങ്കിൽ ശ്രീ KVS ഹരിദാസ്, ആ നീക്കത്തിന് CPM നൽകിയിരിക്കുന്ന ഉറച്ച മറുപടിയാണിത്. അല്ലെന്നേ, അങ്ങനെയെങ്കിൽ CPM അത്തരം
ഏതെങ്കിലും തരത്തിൽ മോഹഭംഗമുള്ള ആളുകളെ നിങ്ങൾ നിങ്ങൾ വലിയ ആകർഷണ യന്ത്രങ്ങളും ഒക്കെ കയ്യിലെടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ കയ്യിൽ കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൃത്യമായ സന്ദേശമാണ് ഇന്ന് CPM നേതൃയോഗം നൽകിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? CPMന്റെ ആ ശീലത്തെ പറ്റി എന്താ അഭിപ്രായം? അല്ല വേണു, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM നടത്തിയ വിലയിരുത്തൽ എന്താ? തങ്ങളുടെ ഒരുക്കു കോട്ടകളെന്ന് തങ്ങൾ ധരിച്ചിരുന്ന മേഖലകളിൽ നിന്ന് BJPക്ക് വോട്ട് പോയി എന്നല്ലേ? CPMന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ BJPയോട് ചർച്ച നടത്തുക മാത്രമല്ല, പോളിംഗ് ബൂത്തിൽ പോയിട്ട് BJPക്ക് വോട്ട് ചെയ്തു എന്ന് CPM സമ്മതിച്ചിട്ടില്ലേ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM ഇറക്കിയ പാർട്ടി രേഖയുണ്ട്, അതും പരിശോധിക്കൂ. പട്ടികജാതി കോളനികളിൽ പഴയ കാലത്തുണ്ടായിരുന്ന സ്വാധീനം അല്ല ഇന്ന് BJPക്കുള്ളത്. തങ്ങളുടെ വീടുകളിൽ BJPക്കാർക്ക് കടന്നു വരാൻ കഴിയുന്നു. തങ്ങളുടെ പ്രവർത്തകരെന്നും തങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്നവർ BJPയോടൊപ്പം പോകുന്നു. അത് തടയണം എന്ന് പാർട്ടിക്ക് കൊടുത്ത പാർട്ടി കത്തുണ്ട് CPMന്റെ. CPM വിലയിരുത്തിയിട്ടില്ലേ? ഞാൻ പറയുന്നത് പാർട്ടിയുടെ എല്ലാ തലത്തിലുമുള്ള CPMന്റെ എല്ലാ തലത്തിലുമുള്ള ആളുകൾ BJPയുമായിട്ട് അടുത്തിട്ടുണ്ട്, കൂടെ വന്നിട്ടുണ്ട്. വേണുവിനറിയാലോ കണ്ണൂർ ജില്ലയിലെ പഴയ കാലത്തെ പാർട്ടി ഗ്രാമങ്ങളുടെ അവസ്ഥ. പഴയ അവസ്ഥയാണോ ഇന്നുള്ളത്? ഞങ്ങൾക്ക് ആ വഴി നടക്കാൻ പറ്റുമായിരുന്നില്ല. ഇന്ന് ഞങ്ങളുടെ കൊടിയുണ്ട്, ഞങ്ങളുടെ ശാഖകളുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ യൂണിറ്റുകളുണ്ട് അവിടെ. അത് CPMക്കാർ ഞങ്ങളുടെ കൂടെ വന്നത് കൊണ്ടാണ്, ആശയവിനിമയം കൊണ്ടാണ്. അത് EP ജയരാജനിൽ ഒതുങ്ങുന്നില്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. EP ജയരാജന് പല കാരണങ്ങളുണ്ടാകാം, പല വിഷമങ്ങളും ഉണ്ടാകാം, അത് CPM പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, CPMലുള്ള അനവധി നേതാക്കന്മാർക്ക് ഇന്ന് രാഷ്ട്രീയമായിട്ട് വിഷമമുണ്ട്. അവരുടെ സ്ഥിതിയിൽ പരിതാപകരമായ സ്ഥിതിയിൽ പ്രയാസമുണ്ട്. അവർ BJPയെ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. ശരി ശ്രീ KVS